Hello, good evening, everyone. Is my voice audible to everyone? And the sound കേൾക്കാൻ പറ്റുന്നുണ്ടോ? I'm using this headset, that's why I'm asking. Sound okay അല്ലേ? Clear അല്ലേ? Yes, ma'am. Okay, okay, fine. So let's pray. It's time for prayer. ആരാണ് prayer prepare ചെയ്തേക്കണത്? ഞാൻ ചെയ്യാം മാം. O Lord, fill us with your mercy. Keep your love in us forever. You has blessed this land for us, our parents as gifts from you. O God, you are very precious and grateful forever. As a good thoughts in my mind, on my tongue as a good language, as a good deed in my hands, be with me always. മാം മ്യൂട്ടാണ് കേക്കത്തില്ല. Okay, okay. Thank you so much, Kochirani. That was a wonderful prayer. നമുക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നല്ലോ, അത് ആരൊക്കെയാണ് ഇനി ചെയ്യാനുള്ളത്? അവരൊന്ന് വേഗം നമുക്കൊന്ന് പോന്നിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ലെറ്റ്സ് ഡു ദാറ്റ് ആക്ടിവിറ്റി ആൻഡ് ദെൻ വി വിൽ മൂവ് ഓൺ ടു ദ ക്ലാസ്. നമുക്കൊരു ചെറിയ ചാപ്റ്റർ ഉണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ. അത് ചെറിയ ഷോർട്ട് ചാപ്റ്റർ ആണത്. നമുക്ക് ആ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം വി വിൽ ഗോ ടു ദാറ്റ് ക്ലാസ്. അപ്പൊ ആരാണ് ഇനി പറയാനുള്ളവരൊന്ന് ജസ്റ്റ് വേഗം ഒന്ന് വന്നേ. ഞാൻ പേര് വിളിക്കണോ? നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾ ആരാണ് അത് പറയാത്തതെന്ന്. സോ യു ജസ്റ്റ് പ്ലീസ് കം ആൻഡ് സേ ഇറ്റ്. Good evening, ma'am. ഓക്കെ ജിൻസി. ഓക്കെ പറയൂ. എല്ലാം അല്ലേ? പറഞ്ഞു. In both cases, it is a full responsibility is the man and woman. In ജിൻസിയുടെ the case സൗണ്ട് of love, ഒരു ക്ലാരിറ്റി ഇല്ല. ജിൻസിയുടെ സൗണ്ട് നെറ്റ്വർക്ക് പ്രോബ്ലം ആയിരിക്കും. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണെങ്കിൽ ഓക്കെ. ഞാൻ പുറത്താണ്, ഞാൻ വീട്ടിലേക്ക് അതാണ് തോന്നുന്നത്. ഒരുപാട് എക്കോ വരുന്നുണ്ട്. ദാറ്റ്സ് വൈ. ഓക്കെ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ പറയാമോ? ഓക്കെ. പറഞ്ഞു നോക്കിയോ ജിൻസി, പറഞ്ഞോ. ജിൻസി, യു ആർ നോട്ട് ദേർ. പോയോ ജിൻസി? പറഞ്ഞു. ഇപ്പൊ ഇത്തിരി ക്ലിയർ ആയിട്ടുണ്ട്, പറഞ്ഞോളൂ. In both cases, there is marriage and demarriage. It depends upon the person which is included in that case. I mean, love marriage and arranged marriage. In some cases, arranged marriage, if there is any crisis occurs, the family members are included to support them. In some other cases, there are already said the love marriage divorce also. So whatever you get, you will suffer
yourself. Some other cases, the parents will support all the crisis factors in their life. Arranged marriage in ancient days, there is no choice. The parents say, this is your partner. That in modern life, there is a chance of our choice. Choices. Nowadays, the children have a lot of more choices. They are already set up with the arranged with love marriage. There's a lot of possible. That's ഓക്കെ ഓക്കെ ജെൻസി, എനിക്ക് ആ എക്കോ കാരണം ശരിക്കും അങ്ങോട്ട് ക്ലിയർ ആയില്ല. എന്നാലും കുഴപ്പമില്ല. യു ജസ്റ്റ് ഗുഡ് അറ്റംപ്റ്റ് പറഞ്ഞു. എന്നാലും ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് അടുത്തത് ആരാണ്? ഞാൻ പറയാം മാം. ഓക്കെ. അഡ്വാൻറ്റേജസ് ഓഫ് ലവ് മാരേജ് പറയട്ടെ? പറഞ്ഞു. അതായത് പേഴ്സണൽ ചോയ്സ്, ദാറ്റ് ഈസ് couples can choose their life partner without interference from family or society. Yes, that's correct. Okay, very good. Next point. Disadvantages of love marriage, facing financial problems. We will not get any support from parents. So we will have okay, financial problems will be there. Okay. Then advantages of arranged marriage, a good understanding. Then disadvantages of arranged marriage is facing dowry problems. Okay, thank you. Okay, very good. ചെറിയ പോയിന്റ്സ് ആണെങ്കിലും ഇറ്റ് വാസ് ഗുഡ്. സ്ട്രക്ചർ വാസ് ഗുഡ്. വെരി ഗുഡ്. നമ്മളാ സെന്റൻസ് മേക്കിംഗ് ഒക്കെ കറക്റ്റ്, അതിലൊന്നും വലിയ തെറ്റുണ്ടായിരുന്നില്ല. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ആരാണ്? Sharina, one more thing. അടുത്ത പ്രാവശ്യം പറയുമ്പോ ഈ പോയിന്റ്സ് സെന്റൻസ് ഫുൾ കംപ്ലീറ്റ് സെന്റൻസ് ആക്കി പറയാൻ നോക്കണം കേട്ടോ. ഇപ്പോ യു സെഡ് ദാറ്റ് ഡൗറി പ്രോബ്ലം വിൽ നോട്ട് ബി ദ. അപ്പൊ സെന്റൻസ് ആക്കി പറയുമ്പോൾ there will be no dowry problem. അങ്ങനെ ഫുൾ സെന്റൻസ് ആക്കിയിട്ട് പറയാൻ നോക്ക്. ഓക്കെ, and it will be more better. ഓക്കെ, അടുത്തത് ആരാണ്? അടുത്തതാരാണ്? വേഗം വരൂ. പ്ലീസ് ഡോണ്ട് വേസ്റ്റ് ടൈം നാ. നമ്മൾ 2 weeks ആയി ഈ ആക്ടിവിറ്റി വെച്ചോണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഒരു ഫുൾ പാർട്ടിസിപ്പേഷൻ ഇല്ലാത്തതുകൊണ്ട് ഇത് കംപ്ലീറ്റ് ആവാത്തത്. ഒന്ന് വേഗം എല്ലാവരും അതിന് പറയാനുള്ളവരൊക്കെ ഒന്ന് പെട്ടെന്ന് വന്നേ. പിന്നെ ആരും ഇല്ലേ? ഓക്കെ, എന്നാ നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം.
ഞാൻ ശ്രമിക്കാം. ഓക്കെ ഓക്കെ. In both type of marriage, the bride and the groom are responsible for their life. Relatives ഫോർ or ബോത്ത് other മാരേജ്. ഓക്കെ. for both type of marriage. Relatives and other persons will not decided their life. യെസ് they have If not bride decided their life. Okay. if bride and groom are enough mature, no problems will affect their life. So love marriage and arranged marriage are good if that both marriages are good if bride and If groom proper are understanding. Okay. proper Are there? understanding and their maturity levels are decided their life. Okay. Maturity level will decide their life. Okay. So both are very good. Okay. Very good. Very good. That's a really good point. പറ ഇനിയുണ്ടോ? One more point. ഇല്ല, Okay. ഈ പോയിന്റ് മാത്രമേ ഉള്ളൂ. Okay. Very good. Very good. Well said. Well said. അടുത്ത ആരാണ്? നെക്സ്റ്റ് പറയൂ, അടുത്ത ആരാണ്? ഇനി ആരും ഇല്ലെന്നാ തോന്നണല്ലേ. ഞാൻ ഇനി അടുത്ത ക്ലാസ്സിൽ ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുമ്പോൾ ഓരോരുത്തരെ വിളിച്ച് ഞാൻ ഇനി മിസ് ഔട്ട് ആക്കൂല. ഇതിപ്പോ ഇങ്ങനെ പോട്ടെ. ഓക്കെ. സോ നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ചാപ്റ്റർ. ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടോ എല്ലാവരെയും? Yes, ma'am. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചാപ്റ്റർ നൗൺ ഫ്രേസസ് ആൻഡ് നൗൺ ക്ലോസസ്. ഇതൊരു ചെറിയ ചാപ്റ്റർ ആണ്. ഇതിൽ വലിയ കാര്യമായിട്ടൊന്നും ക്വസ്റ്റ്യൻസ് അങ്ങനെ വരില്ല. എന്നാലും ജസ്റ്റ് നമുക്ക് എന്താണ് നൗൺ ഫ്രേസസ്, എന്താ നൗൺ ക്ലോസസ് നമ്മൾ പഠിച്ചത് തന്നെയാണ്. എന്നാലും ഒന്നും കൂടി ജസ്റ്റും കൂടെ ഒന്ന് കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് നോക്കാൻ. ചെറിയൊരു ചാപ്റ്റർ ആയത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. ഫസ്റ്റത്തെ ഒരു രണ്ട് എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എക്സാമ്പിൾ എല്ലാവരും നോക്കി. മാം, ഇത് അവര് ഗ്രൂപ്പിൽ ഇടില്ലേ? ഇടും. എനിക്ക് തോന്നുന്നു ഈ ക്ലാസ് കഴിയും ഞാനത് നിങ്ങൾ പറഞ്ഞ സജഷൻ ഞാൻ പറഞ്ഞ, പക്ഷെ അവര് പറയുന്നത് ഓരോ ക്ലാസ് കഴിയുമ്പോഴാണ് നോട്ട്സ് ഇടുള്ളൂ എന്നാണ്. ഓക്കെ, അപ്പൊ ഇത് ഈ ക്ലാസ് കഴിയുമ്പോൾ എല്ലാ ക്ലാസ്സിലും സാധാരണ ആദ്യമേ നോട്ട്സ് തരികയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് അത് നമുക്ക് ഇച്ചിരി നല്ലതായിട്ടാണ് തോന്നുന്നത്. ഇതുപോലെ രണ്ടു നേരം സജസ്റ്റ് ചെയ്തല്ലോ. അപ്പൊ ഞാൻ ഇവിടുത്തെ കൺട്രോൾ റൂമിൽ ഞാൻ ഇവിടെ ഡയറക്ടേഴ്സിനോട് പറഞ്ഞ, അപ്പൊ അവര് പറയാണ്
ആഫ്റ്റർ ദ ക്ലാസ് ഓൺലി ദേ വിൽ ഇത് ഇടോളൂ ഈ ക്ലാസ്സിൽ ആ നോട്ട്സ് ഇടോളൂ എന്നാണ് പറയണത്. മാം ഞങ്ങള് ആ ഒരു സാറിനോട് പറഞ്ഞിരുന്നു. അപ്പൊ സാറ് പറഞ്ഞു ആ ടീച്ചർ നെക്സ്റ്റ് ടൈം ഏത് ക്ലാസ് എടുക്കണമെന്ന് വെച്ചാൽ അവരത് തലേദിവസം തന്നെ അറിയിക്കുകയാണെങ്കിൽ നമുക്കത് പോസ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത് ഞാൻ ചോദിച്ചപ്പം. കാരണം അന്ന് 2 ദിവസം കഴിഞ്ഞിട്ടല്ലായിരുന്നു നമുക്ക് ഇതിന് മുന്നത്തെ ചാപ്റ്റർ ഇടാൻ പറ്റിയത്. അപ്പൊ ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു. അപ്പോഴാണ് അവര് അങ്ങനെ പറഞ്ഞത്. നമ്മൾക്ക് നോട്ട്സ് അവർ അയച്ചതിനനുസരിച്ചാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഇത് എന്റെ നോട്ട്സ് അല്ലല്ലോ ഇത്. അപ്പോ അവരെനിക്ക് അയച്ചതിനനുസരിച്ചാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. പിന്നെ അവര് പറഞ്ഞത് മാമിന് എന്തോ അതിലെന്തോ കറക്ഷനും എന്തൊക്കെയോ ചെയ്യാനുണ്ട്. സോ ഇറ്റ് വിൽ ടേക്ക് ടൈം അങ്ങനെ എന്തോ പറഞ്ഞു. അത് തന്നെ, ആ കറക്ഷൻ കഴിഞ്ഞിട്ടാണ് നോട്ട്സ് കിട്ടുന്നത്. അതാണ് ആ ടൈം എടുക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം, ചാപ്റ്റർ നോക്കാം. ടിൻഡു സാങ് എ സോങ് ടു ഹിസ് മദർ. ഫസ്റ്റത്തെ എക്സാമ്പിൾ ആണത്. ടിൻഡു സാങ് എ സോങ് ടു ഹിസ് മദർ. ടിൻഡു ഒരു പാട്ട് പാടി കൊടുത്ത് മദറിന് വേണ്ടി. അതാണ് ഫസ്റ്റ് എക്സാമ്പിൾ. അപ്പൊ ഇനി അതിന്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിക്കേ. ഹൂ സാങ് ദ സോങ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഹൂ സാങ് ദ സോങ്. അവിടെ ടിൻഡു എന്നുള്ള യെസ്. അപ്പൊ ടിൻഡു എന്നുള്ള ആൻസർ തന്നെ. അപ്പൊ അതിന് വേണ്ടിയാണ് ഹൂ. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഡിഡ് ടിൻഡു സിങ്. അപ്പൊ വാട്ട് ഡിഡ്, അപ്പൊ അവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒബ്ജക്റ്റ് വരണം. വാട്ട് ഡിഡ് ടിൻഡു, എന്താണ് പാടിയത്, എന്തായിരിക്കും അതിന്റെ ആൻസർ? സാങ് എ സോങ്. യെസ്, സാങ് എ സോങ്. അപ്പൊ അവിടെ അതിന്റെ ഒബ്ജക്റ്റ് ആയി. ഇനി അതിന്റെ വരുന്നത് ഹും ആണ് അവിടെ. ഹും ഡിഡ് ഹി സാങ് ദ സോങ് ടു. ആർക്ക് വേണ്ടിയാണ് പാടിക്കൊടുത്തത്? അപ്പൊ എന്തായിരിക്കും? ആർക്ക് വേണ്ടിയാണ്? He sang the song to his mother. To his mother. അപ്പൊ അവിടുത്തെ പ്രിപ്പോസിഷൻ, ഈ 2, 4 എന്നൊക്കെ പറയുന്നത് അവിടുത്തെ പ്രിപ്പോസിഷൻ ആണ്. അപ്പം അതിന്റെ ആൻസർ ആണ് നിങ്ങൾ. അപ്പൊ ഒരു സെന്റൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന്റെ സബ്ജക്റ്റിന്റെ ആൻസർ കിട്ടണമെങ്കിൽ അതിന്റെ സബ്ജക്റ്റിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. അതിന്റെ ഒബ്ജക്റ്റ് ആണ് വേണ്ടതെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റിന്റെ അനുസരിച്ച് ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. ഇതൊന്നും പോരാണ്ട് വേർബോ അല്ലെങ്കിൽ പ്രിപ്പോസിഷനോ എന്തെങ്കിലും ആണ് നമുക്ക് വേണ്ടെങ്കിൽ നമുക്ക് അതിനും ക്വസ്റ്റ്യൻ ചോദിക്കാം. അതിനുള്ള ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് അത് കൊടുത്തിട്ടുള്ളൂ. ഇനി അതേപോലെ തന്നെ ആ സെക്കൻഡ് എക്സാമ്പിൾ നോക്കി അതിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കിയേ. ദ പെൻ ഇസ് പാർക്കർ. പാർക്കർ പെൻ, പണ്ടത്തെ പാർക്കർ പെൻ അല്ലേ? അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ഒന്ന് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കിയേ. ദ പെൻ ഇസ് പാർക്കർ. അപ്പൊ നമുക്ക് വോട്ട് അല്ലെങ്കിൽ ദ പെൻ ആൻസർ വരണം, അല്ലെങ്കിൽ പാർക്കർ അത് മതി. പാർക്കർ ആൻസർ വന്ന രീതിയിൽ ഒന്ന് പറഞ്ഞു നിങ്ങൾ. അതിന്റെ ക്വസ്റ്റ്യൻ എന്താവും? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ പാർക്കർ പെൻ. ഓക്കെ, ദെൻ പിന്നെ വേറെന്ത് വരാ? വേറൊരു ക്വസ്റ്റ്യൻ കൂടാ. അല്ലെങ്കിൽ വാട്ട് ഇസ് എന്തെങ്കിലും പെൻ വന്ന രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഉണ്ടാക്കാം. ഓക്കെ, ഒന്ന് പറഞ്ഞു നോക്കിയേ. വേറെന്താ സജഷൻ? ഒരാൾ പറഞ്ഞല്ലോ. What does he have? ഓക്കെ, വെരി ഗുഡ്. അത് നല്ല ക്വസ്റ്റ്യൻ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. വാട്ട് ഡസ് ഹി ഹാവ് ദ പെൻ. വാട്ട് ഡസ് ഹി ഹാവ്. ഹി ഇല്ലല്ലോ ഇവിടെ, നമുക്ക് ഹി കൊടുക്കാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ നല്ലതാണ്. ബട്ട് അല്ലെങ്കിൽ വാട്ട് ഇസ് ഇറ്റ് എന്ന് ചോദിക്കാം. വാട്ട് ഇസ് ഇറ്റ് അത് മതി. അല്ലെങ്കിൽ വാട്ട് ടൈപ്പ് ഓഫ് പെൻ ഇസ് ദിസ്. അല്ലെങ്കിൽ വാട്ട് നെയിം is this pen. What is this pen's name? അങ്ങനെ നമുക്ക് ചോദിക്കാം. അങ്ങനെ. ഓക്കെ, അതാണ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ മതി. ക്വസ്റ്റ്യൻ വരുമ്പോ ഒരു സെന്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ സബ്ജക്ട് വന്ന രീതിയിൽ നമുക്ക് ചോദിക്കാം, അതിന്റെ ഒബ്ജക്റ്റ് ആൻസർ വന്ന രീതിയിലും ചോദിക്കാം. അങ്ങനെ കേട്ടോ. ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾ മാത്രമേ അതുള്ളൂ. ഒന്നുകൂടി നമുക്ക് വേണമെങ്കിൽ ഒന്ന് വായിക്കാം. ടിൻഡു സാങ് എ സോങ് ടു ഹിസ് മദർ. അവന്റെ അമ്മേനോട് അവനൊരു പാട്ട് പാടിക്കൊടുത്തു. ഹൂ സാങ് ദ സോങ്. ഹൂ എന്ന് പറയുന്നത് അവിടെ ആൻസർ ടിൻഡു വരും. പിന്നെ വാട്ട് ഡിഡ് ടിൻഡു സിങ്. എന്താണ് അവൻ പാടിക്കൊടുത്തതെന്ന്. പാട്ടല്ലേ, അപ്പൊ എ സോങ് എന്നാണ് ആൻസർ വന്നത്. പിന്നെ ഹൂ അല്ല, ഹും ഡിഡ് ആണ് അവിടെ ക്വസ്റ്റ്യൻ വന്നത്. ഹും ഡിഡ് ഹി സിങ് ദ സോങ് ടു. ആർക്ക് വേണ്ടിയാണ് പാടിക്കൊടുത്തത്? ടു ഹിസ് മദർ. അങ്ങനെ ആൻസർ വരും. ഒരു സെന്റൻസിൽ ഇങ്ങനെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാം. ഓരോ ആൻസർ കിട്ടണം. നമുക്ക് എന്ത് ആൻസർ ആണ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഫോം ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, ഞാൻ അവിടുത്തെ എക്സ്പ്ലനേഷൻ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞത് തന്നെയാണ്, ഞാൻ ഒന്നുകൂടി ജസ്റ്റ് വായിക്കാം. ഹിയർ ടിൻഡു ഇസ് ദ ഡൂവർ ഓഫ് ദ ആക്ഷൻ. അതായത് ഇവിടുത്തെ ടിൻഡു എന്ന് പറയുന്നത് ഇവിടുത്തെ സബ്ജക്റ്റ് ആണ്. ഇറ്റ് ഇസ് ദ ഡൂവർ ഓഫ് ദ ആക്ഷൻ.
sang is the object of the transitive verb written and friend. അപ്പൊ sang എന്താണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്, അതായത് ആ ഡുവർ എന്താണ് ചെയ്യണത് അതാണത്. ദെൻ ഫ്രണ്ട് ഇസ് ദ ഒബ്ജക്ട്, അതൊന്നും നിങ്ങൾ നോക്കണ്ട. ഒബ്ജക്ട് ഓഫ് പ്രിപ്പൊസിഷൻ അതൊക്കെ ഇൻകംപ്ലീറ്റ് പ്രിക്കാഡിനേഷൻ അതൊന്നും ഇപ്പൊ നോക്കണ്ട. ജസ്റ്റ് എന്താണ് സബ്ജക്ട് എന്താണ്, പ്രിപ്പൊസിഷൻ എന്താണ്, പിന്നെ അത് അവിടുത്തെ വേർബ് എന്താണ്, ഡൂയിങ് വേർബ് എന്താണ്, അതായത് സാങ് അല്ലെ, അത്രയൊന്ന് ജസ്റ്റ് നോക്കിയിരുന്നാൽ മതി. ഇനി അടുത്തതിലേക്ക് വരുമ്പോൾ നമുക്ക് നോക്കാം. അപ്പം എങ്ങനെയാണ് ഒരു സെന്റൻസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ സബ്ജക്റ്റിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, അതിന്റെ ഒബ്ജക്റ്റിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, വേണമെങ്കിൽ ബാക്കി എന്തെങ്കിലും പ്രിപ്പൊസിഷൻ പോലെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടിന്യൂവേഷൻ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. അത്രേ ഉള്ളൂ. നമുക്ക് ഒരു എക്സസൈസ് തന്നിട്ടുണ്ട്, അത് നോക്കാം. നൗൺ ഫ്രേസസിന്റെ കുറച്ചും കൂടെ എക്സസൈസസ് നോക്കാം. റീഡ് ദ ഫോളോയിങ് സെന്റൻസസ്. ഹിസ് ഡീഡ്സ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഈ വായിക്കുന്നത്. ഹിസ് ഡീഡ്സ് പ്ലീസ്ഡ് എവ്രി വൺ. അവൻ എന്തോ ചെയ്ത കാര്യങ്ങൾ പ്ലീസ്ഡ് എവരി, എല്ലാവർക്കും വളരെ സന്തോഷം കൊടുത്ത്. എവരിവൺ വാസ് പ്ലീസ്ഡ് വിത്ത് ഹിം. എവരിവൺ വാസ് പ്ലീസ്ഡ് വിത്ത് ഹിം. ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട് മിസ് പറയുമ്പോ, വേറെ എന്തോ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ട്, ക്ലിയർ ആവുന്നില്ല. അതെ അതെ, ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, അതാണ് ഞാനിവിടെ. ഓക്കെ ഞാനൊന്ന് മാറി നിൽക്കട്ടെ. ഓക്കെ ഇപ്പൊ ഉണ്ടോ ഡിസ്റ്റർബൻസ്? കൊഴപ്പല്ല. ഓക്കെ അപ്പോ ഹിസ് ഡീഡ്സ് പ്ലീസ്ഡ് എവരിവൺ, അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പോ ഇവരുടെ ഡീഡ്സ്, അവന്റെ ഡീഡ്സ് മീൻസ് അവൻ ചെയ്തെന്തോ, അവന്റെ ചെയ്തെന്തോ കാര്യങ്ങൾ ദാറ്റ് പ്ലീസ്ഡ് എവരിവൺ, എല്ലാവർക്കും അത് വളരെ ഇഷ്ടമായി എന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ഇനി അതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെ വരും ഒന്ന് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കിക്കേ. ഹിസ് ഡീഡ്സ് പ്ലീസ്ഡ് എവരിവൺ, അതായത് ഡീഡ്സ് വന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഈ ഡീഡ്സ് ആൻസർ തന്നെ, അല്ലെങ്കിൽ ഹിസ് ഡീഡ്സ് ആൻസർ തന്നെ. അപ്പൊ എങ്ങനെ ക്വസ്റ്റ്യൻ പറയും ചെയ്യാ? What is pleased by everyone പറ്റും. വാട്ട് ഈസ് വേണ്ട, വാട്ട് പ്ലീസ്ഡ് എവരിവൺ, ഇത്ര മതി. വാട്ട് പ്ലീസ്ഡ് എവരിവൺ, അതിന്റെ ആൻസർ ഹിസ് ഡീഡ്സ്. ഓക്കെ, വാട്ട് പ്ലീസ്ഡ് എവരിവൺ, അത്ര മതിയാവും. ഓക്കെ, വെരി ഗുഡ്. ഇനി വേറൊരെണ്ണം കൂടെ ഒന്ന് ഫ്രെയിം ചെയ്ത് നോക്കി. ഇനി ഒരു എവ്രിവൺ വന്ന രീതിയിൽ, എവ്രിവൺ ആൻസർ വന്ന രീതിയിൽ. Who pleased everyone? Who pleased everyone എന്ന് പറയുമ്പോ അതിന്റെ ആൻസർ എന്ത് വരും? നമുക്ക് എവ്രിവൺ ആൻസർ. അപ്പൊ വാട്ട് പ്ലീസ്ഡ് അല്ലേ അപ്പൊ വരും. ഹൂ പ്ലീസ്ഡ് എവരിവൺ ആരാണ് പ്ലീസ് ചെയ്തതെന്ന് അല്ലെ. അപ്പൊ ഹി എന്നുള്ള അവിടെ ആൻസർ വരുന്നത്. അപ്പൊ നമുക്ക് എവ്രിവൺ ആൻസർ വന്ന രീതിയിൽ ഒന്ന് പറഞ്ഞു നോക്കി. എവ്രിവൺ Whom pleased deeds. യെസ്, ഹും ഡസ് ഹി പ്ലീസ്ഡ്, ഹും ചേർത്താ മതി. അപ്പൊ അവിടെ അതിന്റെ ഒബ്ജക്റ്റിലേക്ക് തന്നെ വന്നത് എവ്രിവണിലേക്ക് വരും. ഓക്കെ, അത് തന്നെ. അടുത്തത് അതേപോലെ ഒന്ന് പറഞ്ഞു നോക്കിയേ. ദ മദർ ടോൾഡ് ഹിം ദ റീസൺ ഫോർ ഹിസ് ലേറ്റ് കമ്മിങ്. ഒന്നും കൂടെ പറഞ്ഞ, ലാസ്റ്റ് വാട്ട് പ്ലീസ്ഡ് എവരിവൺ ആദ്യത്തെ പറഞ്ഞു, രണ്ടാമത്തത് ഹൂം ഡസ് ഹി പ്ലീസ്ഡ്. ഹും ഡസ് ഹി പ്ലീസ്ഡ്. ഓക്കെ മിസ്. ഇതിൽ ഹിസ് ഡീഡ് ആണ് സബ്ജക്റ്റ് അല്ലേ? എന്താണ്? ഹിസ് ഡീഡ് ആണോ സബ്ജക്റ്റ്? ഹിസ് ഡീഡ്സ്. ഒബ്ജക്റ്റ് എവരിവൺ. എവരി. ഇതില് ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഫ്രെയിം ചെയ്യാം. നമുക്ക് ഇവിടെ ഇങ്ങനെ ഫ്രെയിം ചെയ്യണമെന്നൊന്നും ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങളെ കൊണ്ട് എല്ലാം ഒബ്ജക്റ്റ് വെച്ചും സബ്ജക്റ്റ് വെച്ചും ഫ്രെയിം ചെയ്യിപ്പിക്കുന്നേ ഉള്ളൂ കേട്ടാ. ചെയ്യിപ്പിക്കുന്നുള്ളൂ, അല്ലാതെ ക്വസ്റ്റ്യൻ സ്പെസിഫിക്കലി പറഞ്ഞിട്ടില്ല കേട്ടാ. എക്സാമിനും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരില്ല. ഞാനും ജസ്റ്റ് നിങ്ങൾക്ക് എല്ലാം ഒന്ന് ഇതാവട്ടെ നോക്കി നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നേ ഉള്ളൂ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. ദ മദർ ടോൾഡ് ഹിം ദ റീസൺ ഫോർ ഹിസ് ലേറ്റ് കമ്മിങ്. അതിൽ മദർ വന്ന രീതിയിലൊന്ന് പറഞ്ഞേ.
Who told him the reason? Reason for his late coming. Yes. Who told? ഇനി എഴുതിയെടുത്തോട്ടാ വേണമെങ്കിൽ എല്ലാവരും. Who told the reason for his late coming? Who ചേർത്ത് കഴിഞ്ഞാൽ ആൻസർ അവിടെ മദർ തന്നെയാണ്. ഇനി ലേറ്റ് കമ്മിങ് ആൻസർ വരുന്ന രീതിയിലൊന്ന് പറഞ്ഞു നോക്കിക്കേ. ലേറ്റ് കമ്മിങ്. നമുക്ക് ക്വസ്റ്റ്യൻ ചേർക്കും. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം കേട്ടോ. എന്തെങ്കിലും നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിലും ആഡ് ചെയ്യാം. ഇപ്പൊ ഈ സെന്റൻസിൽ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നമുക്ക് എങ്ങനെയാലും ഒന്ന് ലേറ്റ് കമ്മിങ് ഒന്ന് ആൻസർ തന്നെ രീതിയിൽ ഒന്ന് പറഞ്ഞു നോക്കിയേ. ട്രൈ ചെയ്യേ എല്ലാവരും. What did the mother reason him about? ഓക്കെ. അല്ലെങ്കിൽ വാട്ട് ഡിഡ് ദ മദർ ടോൾ ദ റീസൺ. അങ്ങനെ ആയാലും മതി. എങ്ങനെയാലും ഒന്ന് ലേറ്റ് കമ്മിങ് എന്നുള്ള ആൻസർ വന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്താൽ മതി. അല്ലെങ്കിൽ വാട്ട് റീസൺ ഡിഡ് ദ മദർ ടോൾഡ്, അതായിരിക്കും കറക്റ്റ്. വാട്ട് റീസൺ ഡിഡ് ദ മദർ, അത് എഴുതിയാൽ മതി എല്ലാവരും. വാട്ട് റീസൺ ഡിഡ് ദ മദർ ടെൽ. വാട്ട് റീസൺ ഡിഡ് ദ മദർ ടെൽ. ഇപ്പൊ കറക്റ്റ് വരും ലേറ്റ് കമ്മിങ്. വാട്ട് റീസൺ ഡിഡ് ദ മദർ ടെൽ. ആ ഡിഡ് ഉള്ളതുകൊണ്ടാണ് അവിടെ ടെല്ല് ആയത്. അല്ലെങ്കിൽ അവിടെ ഡിഡ് ഇല്ലായിരുന്നെങ്കിൽ ടോൾഡ് എന്ന് നമുക്ക് എഴുതാം. ഇനി ഈ റീസൺ വന്ന രീതിയിൽ ഒന്ന് പറയാൻ പറ്റുമോ നോക്കിയാ. റീസൺ ആൻസർ വന്ന രീതിയിൽ. റീസൺ വന്ന രീതിയിൽ What told him മദർ ചേർത്തോ അവിടെ. നമുക്ക് ആ what റീസൺ മാത്രം ആൻസർ മതി. വാട്ട് ഡിഡ് ദ മദർ the ടോൾഡ് mother about told him for his late മതി. ലേറ്റ് കമ്മിങ്. അല്ലെങ്കിൽ വാട്ട് ഡിഡ് ദ മദർ ടോൾഡ് മാത്രം മതി. അപ്പൊ നമുക്ക് അവിടെ റീസൺ കൊടുക്കാലോ. ഓക്കെ, അങ്ങനെ വാട്ട് ഡിഡ് ദ മദർ ടെൽ, അത്ര മതി. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ഓരോന്നും ഫ്രെയിം ചെയ്തെടുക്കാൻ പറ്റണം ക്വസ്റ്റ്യൻസ് കേട്ടോ. ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടി പറയാം. ഫസ്റ്റത്തത് ഹിസ് ഡീഡ്സ് പ്ലീസ്ഡ് എവ്രി വൺ നല്ലായിരുന്നു. അപ്പൊ നമുക്ക് ഹിസ് ഡീഡ്സ് ആൻസർ വന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ആദ്യം നമ്മൾ ചോദിച്ചു. ഹിസ് ഡീഡ്സ് പ്ലീസ്ഡ് എവ്രി വൺ. അപ്പൊ നമുക്ക് എങ്ങനെയാ ക്വസ്റ്റ്യൻ ചോദിക്കാം. വാട്ട് പ്ലീസ്ഡ് എവ്രി വൺ. വാട്ട് പ്ലീസ്ഡ് എവ്രി വൺ. വാട്ട് പ്ലീസ്ഡ് എവ്രി വൺ. അപ്പൊ അവിടെ അതിന്റെ ആൻസർ ഹിസ് ഡീഡ്സ് പ്ലീസ്ഡ് എവ്രി വൺ. ഹിസ് ഡീഡ്സ് പ്ലീസ്ഡ് എവ്രി വൺ ആൻസർ കിട്ടണം. His deeds pleased everyone. His deeds pleased everyone. പിന്നെ നമുക്ക് എവ്രി വൺ വന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യും. അപ്പൊ whom does his deeds pleased. Whom does his deeds pleased. അല്ലെങ്കിൽ whom does അത് മതി. Whom does his deeds pleased. ആൻസർ എന്തോരം. ഹിസ് ഡീഡ്സ് പ്ലീസ് എവ്രി വൺ ആൻസർ. മിസ്സേ, ഇത് ശരിക്കും ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഉണ്ടാക്കാൻ വരുന്നതാണോ? ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇല്ല ഇങ്ങനെ വരില്ല. ഇല്ല, ഇങ്ങനെ വരില്ല. കാരണം നിങ്ങൾക്ക് MCQ ക്വസ്റ്റ്യൻസ് അല്ലേ വന്നത്. എനിക്ക് എന്തായാലും ഇത് വായിച്ചിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റണില്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. കുഴപ്പമില്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. അങ്ങനെ പറ്റണമെന്ന് പറഞ്ഞത് ഇതാക്കി കളയല്ലേ. ഇങ്ങനെ അല്ല, ഇത് ഇപ്പൊ നമ്മൾ വല്ലതും കണ്ടു കേട്ടു അങ്ങനെയൊക്കെ പറയുമ്പോ പിന്നെയും ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റും. ഇത് വേറെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഇങ്ങനെ നമുക്ക് അർത്ഥം അങ്ങനെ ക്ലിയർ ഇല്ലാത്ത ഒരു സെന്റൻസ് ആണ്. എനിക്ക് എന്തായാലും കിട്ടുന്നില്ല. കുറച്ചു പേർക്കൊക്കെ കിട്ടുന്നുണ്ടാവും, പക്ഷെ എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല നോക്കിയിട്ട്, അതുകൊണ്ട് ചോദിച്ചത്.
കുഴപ്പമില്ല. എന്ന് വെച്ചാൽ അത് പഠിക്കാണ്ടിരിക്കണ്ട. നമുക്ക് ഇനിയും വേറെ ക്ലാസ്സസിലൊക്കെ അതിന് ആവശ്യം അടുത്ത ചാപ്റ്റേഴ്സിലൊക്കെ ചിലപ്പോൾ ഇത് ആവശ്യം വരും. അപ്പം പഠിക്കാണ്ടിരിക്കണ്ട. ആൻസേഴ്സ് എഴുതിയെടുത്തോ, തനിയെ ഫ്രെയിം ചെയ്ത് ചെയ്യാൻ തന്നെ നോക്കണം. ജസ്റ്റ് ഒമിറ്റ് ഇപ്പൊ എക്സാമിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അത് ഒമിറ്റ് ചെയ്ത് കളയരുത് കേട്ടോ. അത് പഠിക്കണം. അത് എത്ര ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നോ അത്രയും നല്ലതാണ്. ഓക്കെ, അടുത്തത് നോക്കിക്കേ. ദ മദർ ടോൾ ഹിം ദ റീസൺ ഫോർ ഹിസ് ലേറ്റ് കമ്മിങ്. ഒരു ക്വസ്റ്റ്യൻ പോലും ഫ്രെയിം ചെയ്യാൻ പറ്റണില്ലേ ഇപ്പൊ പറഞ്ഞ ആൾക്ക്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പൊ ഈ ഹിസ് ഡീഡ്സ് പ്ലീസ് എവരിവൺ പറഞ്ഞു കഴിയുമ്പോ ഒക്കെ എനിക്ക് തോന്നുന്നുണ്ട് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെയായിട്ട് അങ്ങനെ ഫോം ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. അതല്ലടാ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇപ്പൊ ഹിസ് ഡീഡ്സ്, അപ്പൊ വാട്ട് പ്ലീസ്ഡ് എവരിവൺ, ആ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഫോം ചെയ്യാൻ പറ്റിയ? ആദ്യത്തെ ഇപ്പൊ മിസ് പറഞ്ഞ ഹിസ് ഡീഡ്സ് പ്ലീസ്ഡ് എവ്രി വൺ, അത് ഫസ്റ്റത്തെ ഓക്കെ വാട്ട് പ്ലീസ്ഡ് എവ്രി വൺ അത് ചെയ്യാൻ പറ്റും. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യനൊക്കെ ഓക്കെ. സബ്ജക്ട് വെച്ചിട്ട് ഫ്രെയിം ചെയ്യാൻ പറ്റുന്നല്ലോ, അത് മതി. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ തേർഡ് വൺ ഒന്ന് ഇയാൾ തന്നെ പറഞ്ഞു നോക്കിയേ. ദേ ഷുഡ് ഗോ ടു ദ ഷോപ്പ് ഇൻ ദ ഈവനിങ്. അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞു നോക്കിയേ. ദേ ഷുഡ് ഗോ ടു ദ ഷോപ്പ് ഇൻ ദ ഈവനിങ്. അതിന്റെ ഒന്ന് ക്വസ്റ്റ്യൻ. അതിനെന്താ പറയാ? ദേ ഷുഡ് ഗോ ടു ഷോപ്പ് ഇൻ ദ ഈവനിങ്. അപ്പൊ ദേന് പകരം ക്വസ്റ്റ്യൻ എന്ത് വരും? ദേ വന്ന രീതിയിൽ എനിക്കറിയില്ല. ദേ എന്ന് പറയുമ്പോ പേഴ്സൺ അല്ലേ? അപ്പൊ പേഴ്സൺ ആണെങ്കിൽ നമ്മള് ഏത് അതൊക്കെ പക്ഷെ ആരാ പോയെന്ന് ഇവിടെ ഇല്ലല്ലോ. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയുമ്പോ ആരാണ് ഹൂ ഷുഡ് ഗോ ടു ദ ഷോപ്പ് ഇൻ ദ ഈവനിങ് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്താ എഴുതുക? മാത്രം മതി. നമുക്ക് അങ്ങനെ മതി. ഓക്കെ, ഞാൻ ആരും ഇല്ലല്ലോ എഴുതാനെന്നാണ് ഞാൻ ആലോചിച്ചത്. പേരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതൊന്നും വേണ്ട. ഇപ്പൊ ഈ തന്നേക്കണ സെന്റൻസിൽ എന്താ അതൊക്കെ ഓക്കെ. ഹൂ ഷുഡ് ഗോ ടു ദ ഷോപ്പ് ഇൻ ദ ഈവനിങ് ചോദിക്കാൻ പറ്റും. മതി. ഹൂ ഷുഡ് ഗോ ടു, അത്ര മതി. ഓക്കെ, ഇനി ആ ഷോപ്പ് വന്ന രീതിയിലും കൂടെ ഒന്ന് ചെയ്ത് നോക്കിയേ. ഷോപ്പ് Where should they go in the evening? യെസ്, വെരി ഗുഡ്, കറക്റ്റ്. വേർ ഷുഡ് ദേ ഗോ ടു ദ ഈവനിങ്. ഇനി ഈവനിങ് വന്ന രീതിയിലൊന്ന് പറഞ്ഞു നോക്കിയേ. In which time they should go to the shop? മതി. ഇൻ വിച്ച് ടൈം അല്ലെങ്കിൽ വെൻ എന്ന് മാത്രം ചോദിച്ചാൽ മതി. അപ്പൊ തന്നെ ഒരു ടൈം ആയില്ലേ. വെൻ ഷുഡ് ദേ ഗോ ടു ദ ഷോപ്പ്. കിട്ടിയില്ലേ ഇപ്പൊ അത്? ഓക്കെ, കിട്ടിയില്ലേ? ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടോ കുറച്ചെങ്കിലും നേരത്തേലും? ഓക്കെ, തേർഡ് വൺ ഞാൻ ഒന്നും കൂടി പറയാം. ദേ ഷുഡ് ഗോ ടു ദ ഷോപ്പ് ഇൻ ദ ഈവനിങ്. ദേ ഷുഡ് ഗോ ടു ദ ഷോപ്പ് ഇൻ ദ ഈവനിങ്. അതാണ് സെന്റൻസ്. അപ്പം അവര് ഷോപ്പിൽ ഈവനിങ് വൈകുന്നേര സമയങ്ങളിൽ ദേ ഷുഡ് ഗോ, അതാണ് സെന്റൻസ് പറയണത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് അതിന്റെ സബ്ജക്റ്റ് ആയ ദേ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഒരു ക്വസ്റ്റ്യൻ, സാധാ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ഫ്രെയിം ചെയ്തു. അപ്പൊ ഹൂ ഷുഡ് ഗോ ടു ദ ഷോപ്പ് ഇൻ ദ ഈവനിങ്, അതൊരു ക്വസ്റ്റ്യൻ ആയി. വേർ ഷുഡ് ദേ ഗോ ഇൻ ദ ഈവനിങ്. വേർ, എവിടെ പോണോ? ഷോപ്പില്. വെൻ ഷുഡ് ദേ ഗോ, 3 ക്വസ്റ്റ്യൻ കിട്ടി. വെൻ ഷുഡ് ദേ ഗോ. അപ്പൊ ഹൂ വെച്ചിട്ട് ക്വസ്റ്റ്യൻ കിട്ടി, വേർ എവിടെ എന്നുള്ളത് കിട്ടി, ദെൻ വെൻ. ഓക്കെ, ഈ 3 എല്ലാവർക്കും കിട്ടിയ? ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ട് ഞാൻ ഒന്നുകൂടി പറയാം, ഇനി ക്ലിയർ ആയിട്ടില്ലെങ്കിൽ. ഒന്നുകൂടി പറയട്ടെ ഞാൻ ആദ്യം തൊട്ട്? പറയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹിസ് ഡീഡ്സ് പ്ലീസ്ഡ് എവരിവൺ. അതാണ് ഫസ്റ്റത്തെ സെന്റൻസ് എന്ന് പറയുന്നത്. ഹിസ് ഡീഡ്സ് പ്ലീസ്ഡ് എവരിവൺ. അപ്പൊ ഫസ്റ്റത്തെ നമുക്ക് എഴുതാം. എന്തെഴുതാ? ഫസ്റ്റ് എന്ത് എഴുതും? ഹിസ് ഡീഡ്സ് വന്ന രീതിയിൽ വാട്ട് പ്ലീസ്ഡ് എവരിവൺ. വാട്ട് പ്ലീസ്ഡ് എവരിവൺ നമുക്ക് എഴുതാം. വാട്ട് പ്ലീസ്ഡ് എവരിവൺ. അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെയും ഒരു ക്വസ്റ്റ്യൻ അതിൽ നിന്ന് ഫ്രെയിം ചെയ്യാം. whom did അല്ലെങ്കിൽ whom does his deed pleased. whom ചേർത്തിട്ട് എഴുതാം.
എവ്രി വൺ എന്ന രീതിയിൽ ഹൂം ചേർത്തിട്ട്. അപ്പൊ ആദ്യം ഹൂ ചേർത്ത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം, ഹൂം ചേർത്തിട്ടും ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം അവിടെ. പിന്നെ ബി, ദ മദർ ടോൾ ഹിം ദ റീസൺ ഫോർ ഹിസ് ലേറ്റ് കമ്മിങ്. അപ്പൊ ഫസ്റ്റ് തന്നെ ആദ്യത്തെ എല്ലാവർക്കും സബ്ജക്ട് വെച്ചിട്ടുള്ളത് എല്ലാവർക്കും ചെയ്യാൻ പറ്റണില്ലേ? അത് ഈസി അല്ലേ ഫസ്റ്റത്തത്, സബ്ജക്ട് മാത്രം വന്നത്. അപ്പൊ ദ മദർ ആൻസർ വന്ന രീതിയിൽ നമുക്ക് എങ്ങനെ ചോദിക്കാം? ഹൂ ടോൾഡ് ദ റീസൺ ഫോർ ഹിസ് ലേറ്റ് കമ്മിങ്. ഹൂ ടോൾഡ്, ഹൂ മാത്രം ചേർത്ത് കഴിഞ്ഞാൽ തന്നെ അവിടെ ആൻസർ ഹൂ മദർന്ന് കിട്ടും. പിന്നെ ലേറ്റ് കമ്മിങ്, അതിനെങ്ങനെ പറയാം നമുക്ക്? ലേറ്റ് കമ്മിങ്. വാട്ട് ഡിഡ് ദ മദർ ടെൽ, വാട്ട് ഡിഡ് ദ മദർ ടെൽ. പിന്നെ റീസൺ വേണമെങ്കിൽ ചേർക്കാം, നമുക്ക് സെന്റൻസിൽ അത് ഉള്ളതാണ്. അപ്പൊ വാട്ട് ഡിഡ് ദ മദർ ടെൽ ദ റീസൺ, അല്ലെങ്കിൽ വാട്ട് ഡിഡ് ദ മദർ ടെൽ, അത് മതി, റീസൺ വരും. അല്ലെങ്കിൽ അതേപോലെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ അങ്ങനെ ലേറ്റ് കമ്മിങ് ചേർക്കാം. പിന്നെ റീസൺ വന്ന രീതിയിലാണെങ്കിലോ റീസൺ പ്ലെയിൻ ആയിട്ട് ജസ്റ്റ് വെറുതെ വാട്ട് ഡിഡ് ദ മദർ ടോൾഡ് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ റീസൺ വരും കേട്ടോ. ഇനി അടുത്തത് ദേ ഷുഡ് ഗോ ടു ദ ഷോപ്പ് ഇൻ ദ ഈവനിങ്. ആ സെക്കൻഡ് വൺ ഇത്തിരി കൺഫ്യൂസിങ് ആണല്ലേ ആ ബി. അതില് അത്രയും ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്തുകൊണ്ടാണ്. ഫസ്റ്റത്തെ ആ സബ്ജക്റ്റിന്റെ ക്വസ്റ്റ്യൻ മാത്രം ഫ്രെയിം ചെയ്താൽ മതി, അതായിരിക്കും കൂടുതൽ കൺഫ്യൂഷൻ വരും ഓരോന്നോരോന്ന് പറയും. ഞാൻ നിങ്ങൾ അത്രയും ഒന്ന് നിങ്ങൾക്ക് സെന്റൻസ് ഫോർമേഷൻ ഇപ്പൊ നമ്മൾ ഈ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു സെന്റൻസ് ആയിട്ട് ഫോം ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓരോന്ന് സബ്ജക്റ്റ് മാത്രം ചെയ്താലും മതി. ദേ ഷുഡ് ഗോ ടു ദ ഷോപ്പ് ഇൻ ദ ഈവനിങ്. അപ്പൊ അവിടുത്തെ സബ്ജക്ട് ദേ. അപ്പൊ ദേ എന്ന രീതിയിൽ എങ്ങനെയാണ്? ഹു ഷുഡ് ഗോ ടു ദ ഷോപ്പ് ഇൻ ദ ഈവനിങ്. ഹു ഷുഡ് ഗോ ടു ദ ഷോപ്പ് ഇൻ ദ ഈവനിങ്. ഇനി ലാസ്റ്റ് വൺ, എങ്ങനെ പറയും? ഇറ്റ് ഹിയേഴ്സ് ടു ബി ഹാപ്പി. ഇറ്റ് വന്ന രീതിയിൽ എന്ത് പറയും? ഇറ്റ് വന്ന രീതിയിൽ What he is to be. മതി, വോട്ട് ചേർത്താ മതി കേട്ടാ. വോട്ട് ചേർത്താ മതി. ഹാപ്പി വന്ന രീതിയിലാ പറയാൻ പറ്റുമോ? വോട്ട് ചേർത്താൽ തന്നെ ഹാപ്പി കിട്ടും അല്ലെ? ഹാപ്പി വന്ന രീതിയിൽ വോട്ട് ഒന്ന് പറഞ്ഞു നോക്കിയ ഹാപ്പി എന്നുള്ള ആൻസർ വന്ന രീതിയിൽ. അല്ലെങ്കിൽ വേണ്ട. What does need to be അല്ലെങ്കിൽ what does it by hearing it what is its emotion? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ നമുക്ക് ഫ്രെയിം ചെയ്യാം കേട്ടാ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ മെയിൻ ആയിട്ട് വേണ്ടത് സബ്ജക്ട് വന്ന രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാൻ പറ്റണ്ടെന്ന് നോക്കിയാൽ മതി. സബ്ജക്ട് നമ്മുടെ സബ്ജക്ട് കിട്ടണ്ടെന്ന് നോക്കിയാൽ മതി. ബാക്കി ഇതില്ലെങ്കിൽ നമുക്ക് പതിയെ അത് ചെയ്തെടുക്കാം. എല്ലാവർക്കും സബ്ജക്ട് കിട്ടുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്നില്ലേ? നമുക്ക് ആദ്യം തൊട്ട് ഒന്നുകൂടി നോക്കാം. സബ്ജക്ട് കിട്ടുന്ന രീതിയിൽ മാത്രം, സബ്ജക്ട് കിട്ടുന്ന രീതിയിൽ മാത്രം, വേറെ ഒന്നും വേണ്ട. എല്ലാം കൂടെ പറഞ്ഞ് നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആക്കണ്ട. സബ്ജക്ട് കിട്ടുന്ന രീതിയിൽ മാത്രം നമുക്ക് ഒന്നും കൂടി പറയാം. ഹിസ് ഡീഡ് പ്ലീസ്ഡ് എവ്രി വൺ. അപ്പൊ അതിന്റെ സബ്ജക്ട് കിട്ടുന്ന രീതിയിൽ മാത്രം എഴുതിക്കോ. എന്തായിരിക്കും അപ്പൊ? വാട്ട് പ്ലീസ്ഡ് എവ്രി വൺ. വാട്ട് പ്ലീസ്ഡ് എവ്രി വൺ. വാട്ട് പ്ലീസ്ഡ് എവ്രി വൺ. അടുത്തത് എങ്ങനെയായിരിക്കും? ദ മദർ ടോൾഡ് ഹിം ദ റീസൺ ഫോർ ഹിസ് ലേറ്റ് കമ്മിങ്. ഹൂ ടോൾഡ് ദ റീസൺ for his late coming? Who told the reason for his late coming? Who told the reason for his late coming? They should go to the shop in the evening. Who should go to the shop in the evening? Who should go to the shop in the evening? Who should go to the shop in the evening? It hears to be happy. എന്താണ്? What hears to be happy. What hears to be happy. സബ്ജക്ട് മാത്രം മതി. ഇത്രയും ഈ സബ്ജക്ട് മാത്രം എല്ലാവർക്കും ഫ്രെയിം ചെയ്യാൻ പറ്റുമോ ഈ ക്വസ്റ്റ്യൻസ്? ഇനി അത് ചെയ്യാൻ പറ്റാത്ത സബ്ജക്ട് ഫ്രെയിം ചെയ്യണമെങ്കിൽ വാട്ട് അല്ലെങ്കിൽ ഹൂ ഉപയോഗിക്കണം അല്ലേ ക്വസ്റ്റ്യൻ? അത് കൂടുതലും പേഴ്സൺസ് ആണെങ്കിൽ ഹൂ, അല്ലാണ്ടുള്ളതൊക്കെ ആണെങ്കിൽ വാട്ട് നോക്കിയിട്ട് ചെയ്യണം കേട്ടോ. ഓരോ ക്വസ്റ്റ്യനും ഓരോ ഇതായിരിക്കുമല്ലോ, ഓരോ സെന്റൻസ്.
അപ്പൊ മെയിൻലി കേസസിൽ വാട്ട്, വെയർ, വിച്ച്, നമ്മൾ ആ ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസ് ഒക്കെ അതൊക്കെയാണ് ഈ സബ്ജക്റ്റ് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പൊ മിക്ക കേസസിലും ഹൂ അല്ലെങ്കിൽ വാട്ട്, വിച്ച് അതൊക്കെയാണ് വരുള്ളൂ ഇൻട്രോഗേറ്റീവ് പ്രോൺ. അതെല്ലാരും കിട്ടിയില്ലേ? ഈ 4 സബ്ജക്ട് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാൻ കിട്ടിയില്ലേ? ഇനി ആർക്കെങ്കിലും അത് കിട്ടാത്തതുണ്ടോ? എഴുതിയെടുത്തില്ലേ എല്ലാരും? ഇനി ഞാൻ ഒന്നും കൂടി പറയണോ? ഓക്കെ, എല്ലാരും എഴുതിയെന്ന് വിശ്വസിക്കും. ഇനി ഇവിടെ അതിന്റെ ആൻസർ ഒക്കെ കിടപ്പുണ്ട്, ഞാൻ നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ച് നോക്കിയതേ ഉള്ളൂ കേട്ടാ. ഫസ്റ്റ് ക്വസ്റ്റിന്റെ അതിന്റെ ആൻസർ ഇവിടെ കിടപ്പുണ്ട്. വാട്ട് പ്ലീസ്ഡ് എവ്രി വൺ. നോക്കിക്കേ, അതിന്റെ ആൻസർ കിടക്കണം. വാട്ട് പ്ലീസ്ഡ് എവ്രി വൺ. ഹിസ് ഡീഡ്. ഇവിടെ ആ സബ്ജക്ട് സബ്ജക്ട് വന്ന രീതിയിൽ കേട്ടോ. അതിന്റെ ആൻസർ അല്ല അത്. ഹിസ് ഡീഡ്സ് എന്നുള്ളത് അതിന്റെ അവിടുത്തെ സബ്ജക്റ്റ് ആണെന്ന് കാണിക്കാനാണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പൊ വാട്ട് പ്ലീസ്ഡ് എവ്രി വൺ. പിന്നെ അടുത്തതും അതിന്റെ ആൻസർ കിടപ്പുണ്ട് അവിടെ. വാട്ട് ഡിഡ് ഹിസ് മദർ ടെൽ ഹിം. ഇവിടെ ഒരു ഒബ്ജക്റ്റ് ടോൾഡ് എന്നുള്ള ഒബ്ജക്റ്റിന് ആയിട്ടാണ് അവിടെ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തേക്കുന്നത്. വാട്ട് ഡിഡ് ഹിസ് മദർ ടെൽ ഹിം. അമ്മ എന്താണ് പറഞ്ഞതെന്ന്. ദ റീസൺ വന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് കണ്ടാ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവര് റീസൺ വന്ന രീതിയിൽ ചോദിച്ചേക്കുന്നത്. ഇനി അടുത്തത് അതിലൊരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. സോറി, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ആ ക്വസ്റ്റ്യൻ കറക്റ്റ് അല്ല. നമ്മൾ പറഞ്ഞ ആ ക്വസ്റ്റ്യൻ തന്നെ എഴുതിയാൽ മതി കേട്ടോ. ദേ ഷുഡ് ഗോ ടു ദ ഷോപ്പ് ഇൻ ദ ഈവനിങ്. ഇവിടെ അതിന് പകരം അവിടെ ക്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ടീച്ചറും ക്ലാസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഇതിൻ്റെ അകത്തുള്ള നോട്ട്സ് അത് തന്നെ എഴുതിയാൽ മതി. നമ്മൾ കട്ട് ചെയ്തോളാം. നേരത്തെ പറഞ്ഞ ആൻസർ തന്നെ എഴുതിയാൽ മതി കേട്ടോ. സി എല്ലാവരും എഴുതിയിട്ടില്ലേ? അത് തന്നെ മതി. ഹൂ ഷുഡ് ഗോ ടു ദ ഷോപ്പ് ഇൻ ദ ഈവനിങ്. കേട്ടോ, ഹൂ എന്ന രീതിയിൽ എഴുതിയാൽ മതി. Then what does it here? To be nice. What does it here? It here. അപ്പൊ ഹാപ്പി വന്ന രീതിയിൽ അവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് അല്ലെങ്കിൽ നമുക്ക് സബ്ജക്ട് വന്ന രീതിയിൽ ഇപ്പൊ ഇവിടെ അതിന്റെ ഒബ്ജക്റ്റ് വന്ന രീതിയിൽ അതിന്റെ ആൻസറും കൊടുത്തു. ഓക്കെ, ആ ഒബ്ജക്റ്റിലേക്ക് വരുമ്പോഴാണ് എല്ലാവർക്കും ഒരു ഡൗട്ട് വന്നത് അല്ലെ. ഒബ്ജക്റ്റ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാനാണ് ഡൗട്ട് വന്നത്. കുഴപ്പമില്ല, നമുക്കത് പതിയെ ശരിയാക്കി എടുക്കാം. അപ്പം ഫസ്റ്റ് പക്കയായിരിക്കേണ്ടത് സബ്ജക്ട് വെച്ചിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാൻ പക്കയായിരിക്കണം. അപ്പൊ അത് ഇങ്ങനെ വന്നാലും നിങ്ങൾ ആ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ പക്കയായിരിക്കും. എന്നിട്ട് വേണം നമുക്ക് ഇനി അടുത്ത ഒബ്ജക്റ്റ് വെച്ച് നമുക്ക് വേറെ ഇതിൽ കൊടുക്കാത്ത തന്നെ വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാനിപ്പോ പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഞാൻ അടുത്ത ക്ലാസ്സിൽ വേറെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ വരാം. അപ്പൊ നമുക്ക് ആ ഒബ്ജക്റ്റ് വെച്ചിട്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു മേക്ക് ഫ്രെയിം സെന്റൻസസ്. കുറെ സെന്റൻസസ് ഫ്രെയിം ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും അങ്ങനെ ചെയ്ത് നോക്കിയിട്ട്. ഓക്കെ, അപ്പം ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഞാൻ ഇതിന്റെ എക്സ്പ്ലനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഹെൻസ് ഹിസ് ഡീഡ്സ് ദ റീസൺ ഫോർ ഹിസ് ലേറ്റ് കമ്മിങ് ടു ബി ഹാപ്പി, ദ ടീച്ചർ ഇൻ ദ ക്ലാസ് ആൻഡ് ടു ബി ഹാപ്പി. അത് നൗൺ ഫ്രേസസ്. ഇപ്പൊ ഇവിടെ കുറെ ഇങ്ങനെ കുറച്ച് വേർഡ്സ് ഒക്കെ കൊടുത്തിട്ടില്ലേ. ഹിസ് ഡീഡ്സ്, പിന്നെന്താ റീസൺ, ടു ബി ഹാപ്പി എന്നൊക്കെ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടില്ലേ. അതിനെയൊക്കെയാണ് നമ്മൾ നൗൺ ഫ്രേസസ് എന്ന് പറയുന്നത്. അതൊക്കെ ഒരു നൗണിന്റെ ജോലി ചെയ്യുന്ന കുറച്ച് ഫ്രേസസ് ആണ്. അപ്പൊ നൗൺ ഫ്രേസസ് എന്ന് പറയും. ഫ്രേസസ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രൂപ്പ് ഓഫ് വേർഡ് വിച്ച് ഹാസ് എ മീനിങ്. അതല്ലായിരുന്നു ഫ്രേസസ്. അപ്പൊ നൗണിന്റെ ജോലി ചെയ്യുന്ന അങ്ങനത്തെ ഫ്രേസസിനെ നമുക്ക് നൗൺ ഫ്രേസസ് എന്ന് വിളിക്കുന്നേ ഉള്ളൂ കേട്ടാ. അപ്പൊ അതാണ് അത് പറഞ്ഞത്. ഞാൻ ഒന്നും കൂടി ഈ ഒരു പോർഷൻ ഒന്നും കൂടി പറയാം. ആദ്യം തൊട്ട് ഒന്നും കൂടി പറയാം കേട്ടാ. ഇതൊരു ഇത്തിരി കൺഫ്യൂസിങ് ആയി, എനിക്കറിയാം. എല്ലാം കൂടെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആകെ കൺഫ്യൂസിങ് ആയി. വേണ്ട, നമുക്ക് മെയിൻ ഭാഗം മാത്രം നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ആ എക്സാമ്പിൾ ഒന്നും കൂടി നോക്കാം. ടിൻഡു സാങ് എ സോങ് ടു ഹിസ് മദർ. അതിൻ്റെ അകത്ത് ഒരു സിമ്പിൾ സെന്റൻസ് ആണ്. ടിൻഡു ഒരു പാട്ട് പാടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിൽ 3 തരത്തിൽ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാം. ഫസ്റ്റത്തെ ആണ് നമ്മൾ ആ സബ്ജക്ട് വെച്ചിട്ടുള്ളത്. ടിൻഡു അല്ലേ ഇവിടുത്തെ സബ്ജക്ട്. അപ്പൊ ടിൻഡു എന്ന രീതിയിൽ നമ്മളിവിടെ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യണം. ഹൂ സാങ് ദ സോങ്. ഹൂ സാങ് ദ സോങ് എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യണം. അപ്പൊ ഹൂ സാങ് ദ സോങ് എന്ന്
നമുക്ക് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്താൽ അപ്പൊ ടിൻഡു എന്നുള്ള ആൻസർ കിട്ടണില്ല, ടിൻഡു എന്നുള്ള ആൻസർ കിട്ടും. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ എന്താണ് സോങ് വന്ന രീതിയിൽ നമുക്ക് ചെയ്യണം. സോങ് വന്ന രീതിയിൽ അപ്പൊ എങ്ങനെ സോങ് ആൻസർ വന്ന രീതിയിൽ വാട്ട് ഡിഡ് ടിൻഡു സിംഗ്, എന്താണ് അവൻ പാടിയത് അല്ലെ, എന്താണ് പാടിയതെന്ന് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പൊ വാട്ട് ഡിഡ് ടിൻഡു സിംഗ് ചോദിക്കുമ്പോൾ അതിന്റെ ആൻസർ സോങ് എന്ന് വരും. അടുത്തത് ഹൂം ഡിഡ് ഹി സിംഗ് ദ സോങ് ടു, ആർക്ക് വേണ്ടിയാണ് പാട്ട് പാടിക്കൊടുത്തത്, ആർക്ക് വേണ്ടിയാണ് പാട്ട് പാടിക്കൊടുത്തത്. അപ്പൊ ടു ഹിസ് മദർ. അങ്ങനെ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു സെന്റൻസിൽ നിന്ന് ഫ്രെയിം ചെയ്യാൻ പറ്റി. അത് തന്നെയാണ് അടുത്ത എക്സസൈസിലും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഒറ്റൊരു സെന്റൻസ് ടിൻഡു സാങ് എ സോങ് ടു ഹിസ് മദർ എന്നുള്ള ഈ ഒറ്റൊരു സെന്റൻസിൽ നിന്ന് നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി. ആദ്യത്തെ അതിന്റെ സബ്ജക്റ്റ് ആൻസർ വന്ന രീതിയിൽ ആരാണ് ഈ പാട്ട് പാടിയത്, അപ്പൊ എന്താണ് അതിന്റെ ആൻസർ ടിൻഡു. അവൻ എന്താണ് പാടിയത്, എന്താ പാടിയത്, പാട്ട്, ഒരു സോങ് അല്ലേ പാടിയത്, അപ്പൊ പാട്ട് പാടി. ആർക്ക് വേണ്ടിയാണ് അവൻ പാടിയത്, ഫോർ ഹിസ് മദർ അല്ലെ, ടു ഹിസ് മദർ, അപ്പൊ അമ്മക്ക് വേണ്ടി. അപ്പൊ അങ്ങനെ 3 രീതിയിൽ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാം. അത് തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. ദ പെൻ ഇസ് പാർക്കർ. അപ്പൊ ദ പെൻ ഇസ് പാർക്കർ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാം ഒന്ന് പറഞ്ഞേ നിങ്ങൾ എല്ലാവരും. ദ പെൻ ഇസ് പാർക്കർ, അതായത് ഒന്നുകിൽ പാർക്കർ വന്ന രീതിയിൽ അല്ലെങ്കിൽ പെൻ വന്ന രീതിയിൽ എങ്ങനെയും ഒരു 2 ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് ഫ്രെയിം ചെയ്തേ, എന്നിട്ടൊന്ന് എന്നോട് പറഞ്ഞേ. വാട്ട് പെൻ ഇസ് ദിസ്, ദ പെൻ ഇസ് പാർക്കർ. പിന്നെ വേറെ ഒരെണ്ണം കൂടെ പറഞ്ഞു നോക്കിയേ, സിമ്പിൾ ആയിട്ട്. വാട്ട് ഇസ് ഇറ്റ്, വാട്ട് ഇസ് ദിസ്, എന്നാലും മതി കേട്ടാ. അങ്ങനെ എന്തെങ്കിലും ഒരു സെന്റൻസ് അങ്ങനെ ഫ്രെയിം ചെയ്ത് നോക്കി കേട്ടാ. അതാണ് ആ 2 ഇത് പറഞ്ഞത്. ഇനി അടുത്തതിലാണ് നമ്മൾ കുറച്ചും കൂടി ഇതേപോലത്തെ എക്സസൈസ് ചെയ്തത്. ഹിസ് ഡീഡ്സ് പ്ലീസ്ഡ് എവ്രി വൺ. അപ്പം അതിന്റെ മീനിങ് എന്താ, അവൻ ചെയ്ത എന്തോ കാര്യങ്ങൾ അതെല്ലാവർക്കും ഇറ്റ് വാസ് പ്ലീസ്ഡ്, അവർ എല്ലാവർക്കും സന്തോഷം നൽകുന്ന എന്നായിരുന്നു എല്ലാവർക്കും. അപ്പൊ ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹിസ് ഡീഡ്സ് അല്ലേ, ഇവിടുത്തെ സബ്ജക്റ്റ് ഹിസ് ഡീഡ്സ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. നമുക്ക് ആ സബ്ജക്റ്റ് വന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യണം. അപ്പൊ എന്തായിരിക്കും, വാട്ട് പ്ലീസ്ഡ് എവ്രി വൺ. അതിന് പകരം ഈ ഹിസ് ഡീഡ്സിന് പകരം ഇങ്ങനെ ഒരു റാം എന്നുള്ളൊരു പേരാർന്നെങ്കിലോ ഈ ക്വസ്റ്റ്യൻ എന്ത് വരും, Whose deeds pleased everyone. ഹൂസ് ഡീഡ്സ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ റാംസ് ഡീഡ്സ് അല്ലെങ്കിൽ ഇപ്പൊ ഹിസ് ഡീഡ്സ് മൊത്തം മാറ്റി കഴിഞ്ഞാൽ റാം പ്ലീസ്ഡ് എവ്രി വൺ അങ്ങനെയാണ് ക്വസ്റ്റ്യൻ എങ്കിലോ അതിന്റെ ഇതങ്ങനെ വരും, റാം പ്ലീസ് ഹൂ പ്ലീസ്ഡ് എവ്രി വൺ. എടാ അപ്പൊ അതാണ് കേട്ടോ നമ്മുടെ ഹൂ വരുന്നതും വോട്ട് വരുന്നതും. പേഴ്സൺ മാത്രമാണെങ്കിൽ അവിടെ നമുക്ക് ഹൂ ചേർക്കാം. ഇവിടെ ഹിസ് ഡീഡ്സ് അവൻ ചെയ്ത എന്തോ പ്രവൃത്തിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് മാത്രം നമ്മൾ അവിടെ ഹിസ് വോട്ട് കൊടുക്കേണ്ടത്, വോട്ട് പ്ലീസ്ഡ് എവ്രി വൺ ആയത് കേട്ടാ. അതൊരു പേര് മാത്രമാണ് എങ്കിൽ നമുക്ക് അവിടെ ജസ്റ്റ് ഹൂ ചേർത്താൽ മതിയായിരുന്നു. ഇനി അടുത്ത നോക്കിയേ, ദ മദർ ടോൾ ഹിം ദ റീസൺ. അപ്പൊ ഇവിടെ അതിന്റെ സബ്ജക്ട് എന്ന് പറയുന്നത് ദ മദർ അല്ലേ. അപ്പൊ മദർ വന്ന രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്ത് അപ്പൊ ഹൂ അപ്പോൾ നമുക്ക് ഹൂ ചേർത്താൽ മതി, കാരണം മദർ വന്നെങ്കിൽ നമുക്ക് ഹൂ ചേർത്താൽ മതി. ഹൂ ടോൾ ഹിം ദ റീസൺ. ഇനി അടുത്തത് ദേ ഷുഡ് ഗോ ടു ദ ഷോപ്പ് ഇൻ ദ ഈവനിങ്. അപ്പൊ ഇവിടുത്തെ സബ്ജക്ട് എന്ന് പറയുന്നത് ദേ. ഇവിടെ നമുക്ക് ഹൂ ചേർത്താൽ മതി. ഇനി ഇവിടെ ഷോപ്പ് വരണമെങ്കിലാ എങ്ങോട്ടാണ് പോകേണ്ടത്, എവിടേക്കാണ് പോകേണ്ടത്. അപ്പൊ എന്തായിരിക്കും എവിടേക്ക് എങ്ങോട്ട് എന്നൊക്കെ നമ്മൾ പറയുന്നതിന് നമ്മള് വേർ ആണ്. അപ്പൊ വേർ ഷുഡ് ദേ ഗോ ഇൻ ദ ഈവനിങ് പറയുമ്പോൾ നമുക്ക് അവിടെ ഷോപ്പ് നോക്കും. പിന്നെ ഈവനിങ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ടൈം അല്ലേ അത്. അപ്പൊ ടൈമിനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻട്രോഗേറ്റീവ് പ്രോണൗൺ ആണ് വെൻ. അപ്പൊ നമുക്ക് വെൻ ചേർത്ത് കഴിഞ്ഞാൽ ഇതിന് ആൻസറും കിട്ടും. വെൻ ഷുഡ് ദേ ഗോ ടു ദ ഷോപ്പ്, അപ്പൊ ഈവനിങ് എന്നും കിട്ടും കേട്ടോ. അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്ത് എടുക്കുന്നത്. ലാസ്റ്റ് വൺ, ഇറ്റ് ഹിയേഴ്സ് ടു ബി ഹാപ്പി. അപ്പൊ ഒന്നെങ്കിൽ ഇറ്റ് വന്ന രീതി, ഇറ്റ് മതി, ഇറ്റ് ആൻസർ വന്ന രീതിയിൽ ഒന്ന് പറയാൻ നോക്കിയാൽ
വോട്ട് തന്നെ. ഇറ്റ് നമ്മൾ കൂടുതലും ഒന്നെങ്കിൽ നമ്മുടെ ആനിമൽസ് അല്ലെങ്കിൽ നോൺ ലിവിങ് തിങ്സ് ആണ് ഇറ്റ് കൂടുതൽ എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വോട്ട് ചേർക്കുന്നത്. അതായത് ആ സമയം ഒരു പേഴ്സൺ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഹൂ അല്ലേ നേരത്തേക്ക് ചേർത്തുകൊണ്ടിരുന്നത്. ഇപ്പൊ എന്തെങ്കിലും ഒരു നോൺ ലിവിങ് തിങ് അല്ലെങ്കിൽ ഒരു ആനിമൽ, അതാണ് മെയിൻലി ഇറ്റ് നമ്മൾ റെഫർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് വോട്ട് ഹിയേഴ്സ് ടു ബി ഹാപ്പി. കേട്ടോ? അങ്ങനെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്തെടുക്കാം. നമുക്ക് കിട്ടേണ്ട ആൻസർ എന്താണെന്നുള്ള രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തെടുക്കാം. കേട്ടോ? അത്രേ ഉള്ളൂ ഈ പോർഷൻ, ഈ നൗൺ ഫ്രേസസ്. ആ എന്താണ് ഹൂസ് എന്താണ് മാം ഹൂ ഈസ് ഹാപ്പി എന്ന് പറയാൻ പറ്റില്ലേ? ഹൂ ഇസ് ഹാപ്പി. അപ്പൊ അത് ഈ സെന്റൻസിൽ തന്നെ അതൊരു വ്യക്തത ഇല്ലാത്ത സെന്റൻസ് ആണ് ശരിക്കും അല്ലെ. ഇറ്റ് ഹിയേഴ്സ് ടു ബി ഹാപ്പി, അത് കേൾക്കുമ്പോ നമുക്ക് സന്തോഷം തന്നെ, അങ്ങനെ എന്തുവാണ് ആ സെന്റൻസ് മീൻ ചെയ്യണത്. അപ്പൊ ഹൂ ഇസ് ഹാപ്പി എന്ന് പറയുമ്പോ എന്തായിരിക്കും ആൻസർ വരേണ്ടത്? ഇറ്റ് ഇസ് ഹാപ്പി അല്ലെ, ഇറ്റ് ഇസ് ഹാപ്പി. പക്ഷെ ഇവിടെ ഒരു ഹിയേഴ്സ് ടു ബി എന്ന് കിടക്കുന്നതുകൊണ്ടാണ് അതൊരു ഇതായിട്ട് വരുന്നത്. ഹിയേഴ്സ് ടു ബി. എടാ, ഇപ്പം ഇയാള് പറഞ്ഞ പോലെ നമുക്ക് ഹൂ ഇസ് ഹാപ്പി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഹാപ്പി എന്ന് നമുക്ക് പറയാം. പക്ഷെ ഇവിടെ ഒരു ഹിയേഴ്സ് ടു ബി എന്നുള്ള വേർഡും കൂടെ അവിടെ കിടക്കുന്നതുകൊണ്ടാണ് നമ്മളത് ഒമിറ്റ് ചെയ്യാണ്ട് തന്നെ പറഞ്ഞു നോക്കിയത്. കേട്ടാ? അപ്പൊ ഇതുപോലൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഫ്രെയിം ചെയ്ത് നോക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്നതിന് ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെന്റൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും. അതാണ് ആകെയുള്ളൊരു ഗുണം ഇതിന്റെ. പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഫ്രെയിം ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കാര്യം കിട്ടിയാലും നമുക്ക് അതൊരു സെന്റൻസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് സംസാരിക്കുമ്പോൾ ഇപ്പൊ നമ്മളൊക്കെ ഈ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഐഡിയ നമ്മളെ മനസ്സിലുണ്ട്, പക്ഷെ നമുക്കത് കറക്റ്റ് ആ സെന്റൻസ് ഫോമിലേക്ക് വന്നില്ല. കുറെ പേരുടെ പ്രശ്നം അതല്ലേ, സെന്റൻസ് ഫോമിലേക്ക് വന്നില്ല. അപ്പൊ ഇതേപോലെ അങ്ങനെ അതൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ തന്നെ തനിയെ ഓരോ ക്വസ്റ്റ്യൻ ഒക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു സെന്റൻസ് ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ ഇങ്ങനെ തനിയെ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻസ് തന്നെ ഫ്രെയിം ചെയ്ത് ഇപ്പൊ ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ വന്ന രീതി, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആൻസർ വന്ന രീതിയിൽ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ബിക്കം മോർ ഈസിയർ ഫോർ യു. കുറച്ചും കൂടെ ഒന്ന് ഈസി ആവും നിങ്ങൾക്ക് ആ സെന്റൻസ് ഒക്കെ ഒന്ന് ഫ്രെയിം ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ. കേട്ടോ? അപ്പൊ നമുക്ക് ഇന്ന് ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഞാൻ അടുത്ത ക്ലാസ്സിലും ഇതൊന്നും കൂടി എടുത്ത്, എനിക്കറിയാം ചിലവർക്കൊന്നും ഇതങ്ങോട്ട് ക്ലിക്ക് ആയിട്ടില്ലെന്ന്. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഇനി ബാക്കിയും കൂടി എടുക്കണുള്ളൂ കേട്ടോ. അതുകൊണ്ട് ആർക്കും ടെൻഷൻ ആവണ്ട. ഒന്നുകൂടി നമുക്ക് ഇതൊന്നും കൂടി റിവൈസ് ചെയ്യാം. കേട്ടാ? മാം നോട്ട്സ് ഒന്ന് ഇടാനായിട്ട് പറയണേ മാം. അത് പറഞ്ഞേക്ക്, ഇപ്പൊ തന്നെ പറഞ്ഞേക്ക്. ഈ നോട്ട്സ് ഇട്ടേക്കാൻ പറയാം. ഓക്കെ, ഈ ചാപ്റ്ററിന്റെ എന്തായാലും ഇന്ന് ഇടുന്ന എനിക്ക് തോന്നുന്നു. ഞാൻ ഒന്നുകൂടി അവരെ റിമൈൻഡ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ദ ക്ലാസ്. താങ്ക് യു മാം. Okay, Thank you. so let's call it a day. And all of you, good night. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. നമുക്ക് ഒന്നും കൂടി, എനിക്ക് ആദ്യത്തെയൊക്കെ ഇത്തിരി ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നതുകൊണ്ടാണ് ആ ഒരു ഡിസ്റ്റർബൻസ് വന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് യു ഓൾ ആർ ഗെറ്റിംഗ് ഇറ്റ് കറക്റ്റ്ലി. ഓക്കെ, നമുക്ക് ഒന്നും കൂടി റിവൈസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ആക്ടിവിറ്റി കൂടെ നമുക്ക് ചെയ്യാം കേട്ടോ. Okay then. Bye, all of you. Good night. Thank you. Good night. Bye.